ഉണ്ടാക്കുന്നത് ചിക്കൻ ഹനീത്ത്. അപ്പോൾ അതിലേക്കുള്ള ചേരുവ പിന്നെ 1 സ്പൂണ് മല്ലി, 1 സ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് നല്ല ജീരകം, ഒരു 5-6 ഏലക്കായ, 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇവയൊക്കെ പാടെ മിക്സിൻ്റെ ജാർക്കിട്ട് നല്ലപോലെ പൊടിച്ച്. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ചേരുവകൾ പൊടിച്ച പൊടി ചേർക്കാൻ പോവുകയാണ്. ആ ചേരുവകൾ ചേർത്ത് പിന്നെ ഒരു മാഗി കട്ട നല്ലോണം പൊടിച്ചാണ്ട് അതും ചേർക്കുക. ഇത് നല്ലപോലെ കുഴക്കും. ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. ആ ചേരുവകളൊക്കെ നല്ലപോലെ കുഴച്ച് മാഗി കട്ട ഇതാക്കിയതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം പാർന്നുകൊണ്ട് ചട്ടിയിൽ ഇരുപ്പും വെള്ളം ആയിങ്ങാണ്ട് ഇത് തീമക്കുക. ഒരു അടപ്പെടുത്ത് മൂടിയാണ്ട് വേവിച്ച്. ഇതിപ്പോൾ മൂടി വെച്ചിരിക്കണം കേട്ടോ. ഇത് വേവുമ്പോഴത്തിന് വേർപ്പാണ്. ഇതൊരു സവോളയാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ വറന്നുകൊണ്ട് അതിൽ വഴറ്റിയാണ്. അപ്പോൾ നമ്മളെ സവോള നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെ ഉള്ളിയും തക്കാളിയും നല്ലപോലെ ആയി വരുന്നുണ്ട്. ഇത് നല്ലോണം പേസ്റ്റ് ആകണം. അപ്പോൾ നമ്മളെ തക്കാളിത്തെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പോയി നല്ലപോലെ ഇതായി ഇങ്ങോട്ട് നിൽക്കട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കന് നേരത്തെ വറ്റിച്ച് കഴിഞ്ഞാൽ ആ മസാല വെള്ളമാണ് കേട്ടോ വാർന്ന് വയ്ക്കണത്. ആ ചിക്കന് വറ്റിച്ച മസാല വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ അടുത്തത് പാർന്ന് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ്. പിന്നെ അരിക്ക് ഞാൻ 1.5 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ടുള്ള വെള്ളം അതെടുത്തുക്കണം, അത് പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തം യോജിപ്പിച്ച് ഈ വെള്ളത്തൊക്കെ നമ്മൾ 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ താളിച്ചിക്കണം. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 ഗ്ലാസ് ബസുമതി റൈസാണ്. ഇതിപ്പോൾ അരി ഇട്ടുകാണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കുക്കറിൻ്റെ മൂടി അടച്ചുകാണ്ട് ഒറ്റ വിസിൽ, അതോടുകൂടി റൈസ് റെഡിയാവും. ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിൽ നിന്ന് കോരിയ ചിക്കനാണെങ്കിൽ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒന്ന് കളർ ഇട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഇനി ഇതിപ്പോൾ നമ്മൾ ആ ചിക്കൻ പൊരിച്ചാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇത് കറിക്ക് വെച്ച ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബിരിയാണീൻ്റെ കഷ്ണങ്ങളാണ് റെഡിക്കുതിൽക്ക് ആവശ്യമുള്ളത്. നമ്മളുള്ള ചിക്കനായിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. നമ്മളെ ചിക്കൻ ഹനീത്ത് റെഡി.